ഇപ്പോൾ സാബു എം ജേക്കബ് സംസാരിക്കുകയാണ് തത്സമയം. ചിലത് അതിനേക്കാൾ കൂടുതലായി. അത് റിസർവ് ബാങ്ക് തന്നെ എല്ലാവർക്കും ഇന്ത്യയിൽ ഒട്ടാകെ അതിന് എക്സംഷനും കൊടുത്തിട്ടുള്ളതാണ്. അവിടെ ഒരു നിയമലംഘനമില്ല. അപ്പോൾ ED ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ഡോക്യുമെൻറ്റുകളും റെക്കോർഡ് സഹിതം, കാരണം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിൻ്റെ പൈസ സാബു ജേക്കബ് പോയി കയ്യിലല്ല വാങ്ങിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി, കിറ്റക്സിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഞങ്ങളുടെ ബാങ്ക്. ആ ബാങ്ക് വഴിയാണ് എല്ലാ ഡോക്യുമെൻറ്റ്സും പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ പൈസയും റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി തന്നെയാണ്. അത് ബാങ്കിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത്. ഒരു പൈസ, $1 കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് തന്നെ അതിന് ലെറ്റർ എഴുതും. അത് ബാങ്കിൻ്റെ കൂടി ചുമതലയാണത്. അപ്പോൾ ഇനി ഒരു കമ്പനി അങ്ങനെ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ബാങ്കിന് അത് അനുവദിക്കാൻ പറ്റില്ല. റിസർവ് ബാങ്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ED നോട്ടീസ് അയച്ചു. ED അല്ല, ഇൻകം ടാക്സ് അല്ല, കസ്റ്റംസ് അല്ല, ഇങ്ങനെ അനേക നോട്ടീസുകൾ വരും ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അതെന്തിനാണ് അയച്ചത്, എന്ത് കാര്യമാണ്? അവർക്കത് കൊടുത്തു. അവർക്ക് ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് പൂർണ്ണമായിട്ടും കൊടുത്തു. $1 പോലും കിട്ടായ്കയില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, 33 വർഷം ഈ ഫാക്ടറി പ്രവർത്തിച്ചിട്ട് ഇതുവരെ ഒരു നിയമലംഘനത്തിന്, ഒരു സാമ്പത്തിക തിരിമറിക്ക് ഒരു പെനാൽറ്റിയോ ഒരു നടപടിയോ ഇതുവരെ ഈ കമ്പനിയുടെ മേലെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 തവണ എന്നോട് ഹാജരാകാൻ പറഞ്ഞു. ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള കളവാണത്. ഈ പറഞ്ഞവർ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കട്ടെ. അതുപോലെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, ഇവരാവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അന്വേഷണം കഠിനമാക്കി. 8 മാസം കഴിഞ്ഞ് എന്ത് കഠിനമാക്കാനാണ്? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിട്ട് $1 കുറവ് വന്നെങ്കിൽ കഠിനമാക്കല്ല, നടപടിയെടുക്കാം. അതിന് ഏതെങ്കിലും റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന ചില പെനാലിറ്റി, അല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും സാധിക്കില്ല. കാരണം നിയമപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണത്. ആരും കള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി വസ്ത്രത്തിന് പകരം വേറെ ഒന്നും കയറ്റി അയച്ചിരിക്കുന്നൊരു പ്രസ്ഥാനമല്ല. അപ്പം അതുകൊണ്ട് $1 $2 കിട്ടായികയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമം അനുശാസിക്കുന്നത് അതിന് നിസ്സാരമായിട്ടുള്ള പിഴ ഈടാക്കാം. അത് റിസർവ് ബാങ്കാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ EDക്ക് അതിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചകത്തിടാനോ അറസ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനോ ആയിട്ടുള്ള നിയമമൊന്നുമില്ല. അത് സാധിക്കുകയുമില്ല. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇത് കിറ്റക്സിന് മാത്രമുണ്ടായൊരു കാര്യമല്ല. ഇതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ ബാങ്കുമായിട്ട് ഡീലിങ്സ് ഉള്ള 5 എക്സ്പോർട്ടർക്ക് ഇതേ രീതിയിൽ ആ നോട്ടീസ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 100ഓളം എക്സ്പോർട്ടർമാർക്ക് ഇതുപോലെയുള്ള നോട്ടീസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ 1000-ലധികം ആളുകൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് വിദേശ പണം ഇടപാടുകൾ കർശനമായി മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന വിദേശ വിനിമയം സുതാര്യമാണെന്നും 100% ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന്, അതായത് ഇവിടെ നിന്ന് വിദേശ വ്യാപാരം നടത്തുന്ന എല്ലാ വ്യവസായികൾക്കും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കിറ്റക്സ് ഗാർമെൻറ്റ്സിനും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതിൽ കവിഞ്ഞ് ഒരു പ്രസക്തിയും അതിനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.